ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ SSC CGL എക്സാമിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ബയോളജിയുടെ റിവിഷൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബയോളജി മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷൻസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലോ നിങ്ങൾ അത് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോസ് ഞങ്ങൾ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വീഡിയോസ് ആണ് ഈ സീരീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ കൂടുതൽ സംസാരിക്കാതെ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യന്റെയും ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് സമയം ഞാൻ തരും. ആ സമയം കൊണ്ട് നിങ്ങൾ മാക്സിമം ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുക. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആൻസേഴ്സ് പറയാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസും ഈ ആൻസേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും പെന്നും പേപ്പറൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ? തന്നിട്ടുള്ളതിൽ കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ. തന്നിട്ടുള്ളതിൽ കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് ആരാണ്? പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്തേ. ഓപ്ഷൻസ്: ബ്ലഡ് ഉണ്ട്, ലിഗമെന്റ് ഉണ്ട്, ടെൻഡൻ ഉണ്ട്, സ്കിൻ ഉണ്ട്. ബ്ലഡ്, ലിഗമെന്റ്, ടെൻഡൻ, സ്കിൻ. ഇതിൽ ഏതാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? സ്കിൻ ആണ് അല്ലേ? സ്കിൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ല. സ്കിൻ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ബാക്കി മൂന്നാളും ബ്ലഡും ലിഗമെന്റും ടെൻഡനും എന്ത് തന്നെയാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ്, ലിഗമെന്റ്, ടെൻഡൻ എല്ലാം തന്നെ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലിഗമെന്റും ടെൻഡനും, ലിഗമെന്റ് അതുപോലെ തന്നെ ടെൻഡൻ, ഇത് രണ്ടും എന്താണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തില് രണ്ട് ബോണുകൾ ഉണ്ടെങ്കിൽ അല്ലെ, രണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കൈ, ഇവിടെ ഒരു ബോണുണ്ട്, ഇവിടെ രണ്ടാമത്തെ ബോണുണ്ട്. ഈ രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചില സ്ട്രക്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ സ്ട്രക്ചറുകളെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗമെന്റ്. ലിഗമെന്റ്. അപ്പൊ ലിഗമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലിഗമെന്റ് കണക്ട്സ് ടു ബോൺസ് ഓർ വൺ ബോൺ വിത്ത് അനദർ ബോൺ. രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലിഗമെന്റ് എന്നാണ്. ലിഗമെന്റ് അപ്പൊ ബേസിക്കലി എന്ത് ചെയ്യും? രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രക്ചർ ആണ് ടെൻഡൻ. അപ്പൊ ടെൻഡൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലായി. ഇതിപ്പോ നമ്മുടെ കൈ ആണെങ്കിൽ ഇവിടെ നമുക്ക് ബൈസെപ്സ്, ട്രൈസെപ്സ് ഒക്കെ കാണാൻ പറ്റും. ബൈസെപ്സ് ഓക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊരു മസിലാണ്. ഈ മസിലിനെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? എഗെയിൻ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ മസിലും ബോണുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ലേ വെക്കുന്നേ. അപ്പൊ ഈ മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ടെൻഡൻ എന്ന് വിളിക്കും. അപ്പോ ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ലിഗമെന്റ് എന്ന് വിളിക്കും. ലിഗമെന്റ് എന്ന് വിളിക്കും. അതുപോലെ ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ടെൻഡൻ എന്ന് വിളിക്കും. ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? ടെൻഡൻ എന്ന് വിളിക്കും. അപ്പൊ ലിഗമെന്റ് എന്താണ്, ടെൻഡൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയത് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്കിൻ എന്ന് പറയുന്നത് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ എക്സാമ്പിൾ ആണ്. സ്കിൻ എന്ന് പറയുന്നത് ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ബ്ലഡ്, ലിഗമെന്റ്, ടെൻഡൻ എല്ലാം തന്നെ എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സർഫസിനെ കവർ ചെയ്യുന്ന സെല്ലുകളെ അല്ലെങ്കിൽ ടിഷ്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിന്ന്, നമ്മുടെ മൊത്തം ബോഡിയെ കവർ ചെയ്യുന്ന അല്ലെ സ്കിന്ന്. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വായ്ക്കകത്ത് ഒരു നേർത്തൊരു പാളിയുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെയും കവർ ചെയ്തിട്ട് നമ്മുടെ ഗ്ലാൻഡുകളെ കവർ ചെയ്തിട്ടൊക്കെ എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്ക് ഒരു കവറിങ് കാണാൻ വേണ്ടി പറ്റും. ഒരു പുറത്ത് ഒരു ലെയർ ഓഫ് സ്കിന്ന് കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. ഈ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഓരോ ഓർഗൻസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കിന്ന് നോക്കിയാൽ തന്നെ സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡെയിലി പുറത്തിറങ്ങുമ്പോൾ എന്തോരം രോഗാണുക്കളും ഒക്കെ ആയിട്ടാണ് അല്ലെ സമ്പർക്കത്തിൽ വരുന്നത്. ഒരു പരിധി വരെ ഇതൊന്നും നമ്മളെ ഇൻഫെക്റ്റ് ആവാതെ നോക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് പൊള്ളലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പൊള്ളലേറ്റ് മരിക്കുന്നത് പോലെ തന്നെ പൊള്ളലേറ്റ ആൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി മരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ കാരണം എന്താണ്? കാരണം നമ്മുടെ സ്കിൻ അവിടെ മോശമായി. അപ്പൊ എല്ലാ അണുക്കളും നമ്മുടെ ഉള്ളിലേക്ക്
കയറി പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? എപ്പിത്തീലിയം ആണ്. അതുപോലെ തന്നെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, സെക്രീഷന് വേണ്ടിയിട്ട് അല്ലെ, നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ നിന്ന് ചെറിയ രീതിയിൽ ഓയിൽ വരുന്നുണ്ട്, സ്വെറ്റ് വരുന്നുണ്ട്, ഇങ്ങനത്തെ സെക്രീഷൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ എപ്പിത്തീലിയമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും അതിന്റെ ഫങ്ഷൻ എന്താണെന്നും കൂടി നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്തുള്ളത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ലൊക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റ് സെല്ലുകളാണ്. ഒരു സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റ് സെല്ലുകളാണ്. ഇത് എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്സിലും ബ്ലഡ് വെസലിലും ഒക്കെ കാണപ്പെടുന്നു. ഓക്കെ, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം സിംഗിൾ ലെയർ ആണ്. എവിടെയൊക്കെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്സിലും ബ്ലഡ് വെസലുകളിലും കാണപ്പെടുന്നത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ബ്ലഡിലും ലങ്സിലും ഒക്കെ കാണപ്പെടുന്ന, ബ്ലഡ് വെസലുകളിലും ലങ്സിലും, ബ്ലഡിലല്ല കേട്ടോ, ബ്ലഡ് വെസലുകളിലും ലങ്സിലും ഒക്കെ കാണപ്പെടുന്ന എപ്പിത്തീലിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. രണ്ടാമത്തേത് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഓക്കെ, അപ്പൊ ഇത് ക്യൂബ് പോലെ ഇരിക്കുന്ന എഗൈൻ സിംഗിൾ ലെയർ വരുന്ന സെല്ലുകളാണ്. ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നിയിലുള്ള ട്യൂബ്യൂളുകളിലും നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഗ്ലാൻഡുകളിലും ഒക്കെ കാണപ്പെടുന്നത് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്സിലും ബ്ലഡ് വെസലുകളിലും. ഇനി ക്യൂബോയിഡൽ എപ്പിത്തീലിയം എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി ട്യൂബ്യൂൾസിലും ഗ്ലാൻഡുകളിലും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം, സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും സിംഗിൾ ലെയർ ഓഫ് ടോൾ സെൽസ് ആണ്. ഇങ്ങനെ ഇരിക്കും കോളംനാർ എപ്പിത്തീലിയം. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ കോളംനാർ എപ്പിത്തീലിയം എവിടെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലൊക്കെ, ഓക്കെ, കുടലുകളിലും സ്റ്റൊമക്കിലും ഒക്കെ കാണപ്പെടുന്നത് കോളംനാർ എപ്പിത്തീലിയം ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗൈൻ ഇങ്ങനത്തെ കോളംനാർ എപ്പിത്തീലിയം തന്നെ ആയിരിക്കും. ന്യൂക്ലിയസ് കാണും. ഓക്കെ, പുറത്ത് എന്തായിരിക്കും? ഇങ്ങനത്തെ ഹെയർ ലേക്ക് സ്ട്രക്ചേഴ്സ് കാണും. ഓക്കെ, ഈ ഹെയർ ലേക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സീലിയ എന്ന് വിളിക്കും. സീലിയ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ സീലിയ ഉള്ള കോളംനാർ എപ്പിത്തീലിയത്തിനെയാണ് നമ്മൾ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇതിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസ്പിറേറ്ററി ട്രാക്ട് ഫീമെയിൽസിൽ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ കാണുന്നത് സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ആണ്. അപ്പൊ ഈ സീലിയയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റെസ്പിറേറ്ററി ട്രാക്ട് നമ്മളുള്ള പൊടിയൊക്കെ വലിച്ചു കയറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെ ശ്വാസം വലിക്കുന്നു. അപ്പോൾ ഉള്ള പൊടിയും രോഗാണുക്കളും ഒക്കെ അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒരു പരിധിവരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പല ടെമ്പറേച്ചറിലുള്ള അറ്റ്മോസ്ഫിയറിക് എയറിനെയാണ് നമ്മൾ ഈ വലിച്ചു കയറ്റുന്നത്. അപ്പൊ ഇങ്ങനെ കയറുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഈ സീലി അവിടെ നിൽക്കുന്നതുകൊണ്ട് എയർ മൊത്തത്തോടു കൂടി അകത്ത് കയറില്ല. നമ്മൾ എത്ര ഫോഴ്സിൽ വലിച്ചാലും അത് കുറച്ച് പതുക്കെ ഉള്ളിലേക്ക് വരും. അങ്ങനെ പതുക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് ഈ എയറിനെ കുറെ ഒന്ന് മാറ്റിക്കൊണ്ട് വരാനും കൂടെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയത്തിന്റെ പുറത്ത് ഇങ്ങനത്തെ സീലിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഒന്ന് റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പൊടികളിൽ നിന്നൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗാണുക്കളെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ല എയർ അകത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ആണ്. ഇനി ഫെലോപ്പിയൻ ട്യൂബ് നമുക്കറിയാം, നമ്മുടെ ഓവറിയിൽ നിന്ന് ഓവം പുറത്തു വരുമ്പോൾ ഈ ഓവം ഫെലോപ്പിയൻ ട്യൂബിലൂടെയാണ് യൂട്രസിൽ എത്തുന്നത്. ഓക്കെ, അപ്പോ ഓവറിയെയും യൂട്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പൊ ഈ ഫെലോപ്പിയൻ ട്യൂബിന്റെ പുറത്തുള്ളതുമാരാണ് ഇങ്ങനത്തെ ഈ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത് കുഞ്ഞു കുഞ്ഞു ഫെദർ പോലെ ആക്ട് ചെയ്തിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഓവത്തിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ട് ഓവത്തിനെ മൂവ് ചെയ്ത് യൂട്രസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതുമാരാണ് ഈ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ആണ്. അപ്പൊ 4 ടൈപ്പ് ഓഫ് സെല്ലുകളെ പറ്റി നമ്മൾ പറഞ്ഞു. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ലങ്സിലും ബ്ലഡ് വെസൽസിലും കാണപ്പെടുന്നു. സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കിഡ്നിയിലും ഗ്ലാൻഡുകളിലും ഒക്കെ കാണപ്പെടുന്നു. സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഒക്കെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഫെലോപ്പിയൻ ട്യൂബിലും കാണപ്പെടുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ടിഷ്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്:
വിച്ച് വിറ്റാമിൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. തന്നിട്ടുള്ള വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി ആൻഡ് വിറ്റാമിൻ B12. ഈ വിറ്റാമിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ, കെ, ഡി ആൻഡ് B12. ഈ വിറ്റാമിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏതാണ്? ഇപ്പൊ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് വരുന്ന അസുഖം ഏതാണ്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അസുഖം നമുക്ക് അറിയാലേ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ. അപ്പോ ഇതുപോലെ വിറ്റാമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. വിറ്റാമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഇഷ്യൂസ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രണ്ട് വിറ്റാമിൻസ് മാത്രമല്ല, എല്ലാ വിറ്റാമിനുകളുടെയും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ അറിയണം. അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. അതിനു മുന്നേ ഒരു കാര്യം ഓർക്കുക, വിറ്റാമിൻസ് രണ്ട് തരമാണ്. ആദ്യത്തേത് വാട്ടർ സോല്യൂബിൾ, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഉണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിൾ ആണ്, ഫാറ്റിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ എ, ഡി, ഫാറ്റിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് എ, ഡി, ഇ ആൻഡ് കെ. ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻസ് ആണ് എ, ഡി, ഇ ആൻഡ് കെ. വിറ്റാമിൻ ബിയും സിയും വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് ആണ്. അപ്പോൾ ഫാറ്റ് സോല്യൂബിൾ ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ ആൻഡ് വാട്ടർ സോല്യൂബിൾ ആണ് ബിയും സിയും. ഓക്കെ. ഇത്രയും ജസ്റ്റ് ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി ആണ്. നമുക്ക് അറിയാമായിരിക്കുമല്ലോ, വിറ്റാമിൻ ഡി ആണ് സൺലൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മൾ പറയുന്നത് വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. ഓക്കെ. അപ്പം ഇതിന്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ വിഷൻ, സ്കിന്ന്, ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് തന്നെയാണ് എക്സാമിനും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, മാലക്കണ്ണ്, രാത്രി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. ഡ്രൈ ഐസുകൾ ഉണ്ടാവാം, ഡ്രൈ ഐസ്, കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥ, കണ്ണിൽ ഈ കണ്ണീരില്ലാതെ കണ്ണ് വരണ്ടു പോവുക. കണ്ണ് വരണ്ടു പോകുമ്പോൾ നമുക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പൊ ഡ്രൈ ഐസ്, അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇത് രണ്ടും വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. രണ്ടാമത്തേത് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ്. അപ്പൊ ബി കോംപ്ലക്സിനകത്ത് നമുക്കറിയാം, ബി കോംപ്ലക്സ് വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻ ആണ്. എനർജി, മെറ്റാബോളിസം, നെർവ് ഫംഗ്ഷൻ, RBCയുടെ ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ, ഇതൊക്കെ വിറ്റാമിൻ ബിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. എന്നാലും വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ബെറിബറി, അതുപോലെ തന്നെ പെല്ലഗ്ര, അനീമിയ, സ്കിൻ ഡിസോർഡേഴ്സ്, ഫെറ്റീഗ്, ഇതെല്ലാം ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഏറ്റവും ഓർത്ത് വെക്കേണ്ടത് ബെറിബറിയും പെല്ലഗ്രയും. ബെറിബറിയും പെല്ലഗ്രയുമാണ് വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, പെല്ലഗ്ര ഈ വിറ്റമിൻ ബി കോംപ്ലക്സ് അല്ലെ, നമുക്കറിയാം B3 ഉണ്ട്, B6 ഉണ്ട്, B12 ഉണ്ട്, ഇങ്ങനെ പല ബി കോംപ്ലക്സിൽ പല ആൾക്കാരുണ്ട്. ഇതിനകത്ത് ആരുടെ കുറവ് കൊണ്ടാണ് ബെറിബറി വരുന്നത്, അതുപോലെ തന്നെ ആരുടെ കുറവ് കൊണ്ടാണ് പെല്ലഗ്ര വരുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിറ്റമിൻ സി. എഗെയിൻ വിറ്റമിൻ സി എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആണ്. വൂണ്ട് ഹീലിംഗ്, ഇമ്മ്യൂണിറ്റി, ആന്റി ഓക്സിഡന്റ്, ഇങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് വിറ്റമിൻ സിക്ക് വരുന്നുണ്ട് അല്ലേ. നമ്മൾ കൊറോണയൊക്കെ ഭയങ്കര സ്പ്രെഡ് ആയ സമയത്ത് വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കണം, നാരങ്ങ വെള്ളം കുടിക്കണം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഈ ആന്റി ഓക്സിഡന്റിന്റെയും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സിന്റെയും ഒക്കെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷെ എന്നാലും വിറ്റമിൻ സിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കർവി. സ്കർവി എന്ന് പറയുമ്പോൾ നമ്മുടെ മോണകൾ ഉണ്ടല്ലോ, പല്ലിരിക്കുന്ന മോണകള്, ഗംസിൽ നിന്നൊക്കെ ഇറഗുലർ ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്കർവി എന്ന് പറയുക. വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് സ്കർവി ഉണ്ടാവുന്നത്. നാലാമത്തേത് വിറ്റാമിൻ ഡി ആണ്. ഇതൊരു ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻ ആണ്. വിറ്റാമിൻ ഡി കാൽഷ്യം അബ്സോർപ്ഷനും ബോൺ ഹെൽത്തും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിറ്റമിൻ ആണ്. കാൽഷ്യം അബ്സോർപ്ഷൻ, ബോൺ ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിറ്റമിൻ ആണ്. കുട്ടികളിൽ വിറ്റമിൻ ഡിയുടെ ബുദ്ധിമുട്ട് കൊണ്ട്, കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് റിക്കറ്റ്സ്. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാവും. ഇനി അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ
ഓസ്റ്റിയോമലാഷ്യ ഉണ്ടാവും. ഓക്കെ, അതായത് അസ്ഥികൾക്ക് ബലക്കുറവ്, വേദന, അസ്ഥി പെട്ടെന്ന് ഒടിയുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത വിറ്റമിൻ ഇ, എഗെയിൻ ഫാറ്റ് സോല്യൂബിൾ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, സെൽ മെംബ്രെയിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഈ ആന്റി ഓക്സിഡന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മസിൽ വീക്ക്നെസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരും? നമുക്ക് വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരും. അടുത്തത് വിറ്റമിൻ കെ, ഫാറ്റ് സോല്യൂബിൾ ആണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വിറ്റമിൻ, നമ്മുടെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ് അല്ലേ, അത് വിറ്റമിൻ കെ ആണ്. അപ്പൊ വിറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാം മുറിവുകളിൽ നിന്നും, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾ നെക്സ്റ്റ് ഇയർ, അതായത് 2026 SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു SSC കംപ്ലീറ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. SSC നടത്തുന്ന എല്ലാ പരീക്ഷകളും, അതായത് CGL, CHSL, MTS, CPO, GD തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സാണിത് കേട്ടോ. അപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മെന്റർ സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളെ പ്രിപ്പറേഷനിൽ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് അവർ അന്വേഷിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാക്കൽറ്റീസിന്റെ ഡയറക്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ദിശ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ദിശയുടെ സ്പെഷ്യൽ ടെക്സ്റ്റ് ബുക്കുകൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരും. ഈ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8075753676 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8075753676 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അത് മാത്രമല്ല, ദിശയ്ക്ക് ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, അതുപോലെ തന്നെ തൃശ്ശൂർ, കാലിക്കറ്റ് ഒക്കെ ഓഫ്ലൈൻ ബാച്ചുകൾ ഉണ്ട്. അപ്പം ഈ ഓഫ്ലൈൻ സെന്റേഴ്സിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പോയി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് വരാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: which part of the brain controls balance and posture? ബാലൻസും പോസ്ചറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. സെറിബ്രം, മെഡുല്ല, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. സെറിബ്രം, മെഡുല്ല, സെറിബെല്ലം ആൻഡ് ഹൈപ്പോതലാമസ്. ഇതിലേതാണ്? സെറിബ്രം ആണോ, മെഡുല്ലയാണോ, സെറിബെല്ലം ആണോ, അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്? ഇതിൽ ഏതാണ് നമ്മുടെ ബാലൻസും അതുപോലെ തന്നെ പോസ്ചറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ. ഏത് ഭാഗമാണ് നമ്മുടെ ബോഡിയുടെ ബാലൻസും പോസ്ചറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗം? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഏത് ഭാഗമാണ്? കറക്റ്റ് ആണ്, സെറിബെല്ലം ആണ് നമ്മുടെ ബോഡിയിലെ വോളണ്ടറി മൂവ്മെന്റ്സ്, പോസ്ചേഴ്സ്, ബാലൻസ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഓരോ ഭാഗങ്ങളും ആ ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് സെറിബ്രം ആണ്. അപ്പൊ സെറിബ്രം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ് അല്ലെ. വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ കൈ പൊക്കുക, ഇരിക്കുക, നടക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയാം. ഇത് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമത്തെ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെമ്മറി ആൻഡ് ഇന്റലിജൻസ്. നമ്മുടെ ബുദ്ധി, ഓർമ്മ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറിബ്രം ആണ്. രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം ബോഡി ബാലൻസ്, അതുപോലെ തന്നെ മസിലിന്റെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് പോസ്ചർ, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സെറിബെല്ലം എന്ന് വിളിക്കുക. അപ്പൊ സെറിബ്രം വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മെമ്മറി, ഇന്റലിജൻസ് ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആണ്. രണ്ടാമത്തേത് സെറിബെല്ലം ആണ്. ബോഡി ബാലൻസ് അതുപോലെ തന്നെ മസിൽ കോർഡിനേഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സെറിബെല്ലം ആണ്. ഇവിടെ പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്തത് മെഡുല്ല ഒബ്ലാങ്കറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കറ്റയുടെ കാര്യം പറയുമ്പോൾ ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ബോഡിയിൽ ബേസിക് ആയിട്ട് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന ആക്ഷൻസ്. നമ്മളിപ്പം
ഹാർട്ട് ഇടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലോ ഹാർട്ട് ഇടിക്കുന്നത്, അത് സ്വന്തമായിട്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഫുഡ് നമ്മൾ കഴിച്ചു, അത് വയറിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ വയറൊക്കെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ മൂവ്മെന്റ്സ്, ഇങ്ങനെയുള്ള ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. അടുത്തത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഹങ്കർ, തേഴ്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹങ്കർ, തേഴ്സ്റ്റ് ഇതൊക്കെ ആയിട്ട്, വിശപ്പ്, ദാഹം ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ബോഡിയിലെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഒന്ന് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അടുത്തത് തലാമസ് ആണ്. തലാമസ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇറ്റ് റിലേസ് സെൻസറി ഇൻഫർമേഷൻസിനെ റിലേ ചെയ്യുന്നു. അതുപോലെ തന്നെ അലേർട്ട്നെസ്, കോൺഷ്യസ്നെസ്, ഇതൊക്കെ നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ബോധേർഡ് ആയിട്ടിരിക്കുക, ആ ഒരു അലേർട്ട്നെസ് ഉണ്ടല്ലോ, അത് നമ്മുടെ കോൺഷ്യസ്നെസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തലാമസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ സ്ക്രീനിൽ ഇടയ്ക്ക് മാറി തരുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ പലപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അവിടെ കിടക്കും, നമ്മൾ പിന്നെ നോക്കില്ല. അപ്പൊ ക്ലാസ് കണ്ട് നിങ്ങൾ എന്തായാലും ഒരു കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയം യൂസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നോട്ടും കൂടെ എഴുതുക. ഭയങ്കര ഭംഗിക്കൊന്നും എഴുതണമെന്നില്ല, നമ്മുടെ നോട്ടാണ്, ആരും അത് നോക്കി മാർക്ക് ഇടാനൊന്നും പോകുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. പെട്ടെന്ന് എഴുതി പോവുക. ഓക്കെ, നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ആ നോട്ട് ജസ്റ്റ് വായിച്ച് പോവുക എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓർഗനൽ ഈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെൽ? ഓക്കെ, പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണ്? പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണ്? ഗോൾജി അപ്പാരറ്റസ്, റൈബോസോംസ്, മൈറ്റോകോൺട്രിയ ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതിലേതാണ് പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ വരുന്നത് പറഞ്ഞേ? പവർ ഹൗസ് ഓഫ് സെൽ എന്താ ആൻസർ വരുന്നത്? നമുക്കറിയാം അല്ലെ, മൈറ്റോകോൺട്രിയ ആണ് പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ഇതുപോലെ പല സെൽ ഓർഗനൽസിനും ഓരോ വിശേഷണങ്ങളുണ്ട്. അതെല്ലാം തന്നെ പല എക്സാമുകൾക്ക് പലപ്പോഴായിട്ട് ചോദിച്ചു കാണാറുമുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം പറയേണ്ടത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ വിളിക്കും ഗേറ്റ് കീപ്പർ ഓഫ് ദ സെൽ. പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ എന്ത് വിളിക്കും? ഗേറ്റ് കീപ്പർ ഓഫ് ദ സെൽ. ഗേറ്റ് കീപ്പർ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, അനിമൽ സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ ആണ് എന്തൊക്കെ കാര്യങ്ങളെ അകത്തേക്ക് കടത്തി വിടണം അല്ലെങ്കിൽ പുറത്തേക്ക് കടത്തി വിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളെയും ഇത് എന്ത് ചെയ്യില്ല? കടത്തി വിടില്ല. പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യില്ല? എല്ലാ സാധനങ്ങളെയും കടത്തി വിടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ അതിലൂടെ കടത്തിവിടൂ. പ്ലാസ്മ മെംബ്രെയിൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ അതിലൂടെ കടത്തിവിടൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കും. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കും പ്ലാസ്മ മെംബ്രെയിനെ. ഓക്കെ, അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിലൂടെ കടത്തി വിടുന്നത് കൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഗേറ്റ് കീപ്പർ ഓഫ് സെൽ എന്നും വിളിക്കാറുണ്ട്. രണ്ടാമത്തേത് ഗോൾജി അപ്പാരറ്റസ് ആണ്. നമ്മുടെ ബോഡിയിൽ പല സാധനങ്ങളും, നമ്മുടെ സെല്ലിനകത്തുള്ള പല കാര്യങ്ങളും പാക്ക് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഗോൾജി അപ്പാരറ്റസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും. ഗോൾജി അപ്പാരറ്റസിനെ എന്ത് വിളിക്കും? പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ. ഗോൾജി അപ്പാരറ്റസിനെ നമ്മൾ എന്താ വിളിക്കുക? പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും. മൂന്നാമത്തേത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ലീഫ്, കിച്ചൺ ഓഫ് ലൈക് പ്ലാന്റ് അല്ലെ, പ്ലാന്റുകളിലെ അടുക്കള എന്നറിയപ്പെടുന്നത് ലീഫാണ്. അപ്പൊ ഈ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫില്. ഈ ക്ലോറോഫില്ല എന്തിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിനകത്താണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ
ഇതിനെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഇതിനകത്താണ് എന്തിരിക്കുന്നത്? ക്ലോറോഫിൽ ഇരിക്കുന്നത്, ഹരിതകം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? കിച്ചൺ ഓഫ് ദ സെൽ എന്ന് വിളിക്കും. സെല്ലിന്റെ കിച്ചൺ, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്ലാന്റിന്റെ കിച്ചൺ അല്ലെങ്കിൽ സെല്ലിന്റെ കിച്ചൺ എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് ആണ്. അടുത്തത് ലൈസോസോംസ്. അപ്പൊ ലൈസോസോംസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ, കുറെ സെല്ലുകൾ കൂടിയിരിക്കുന്നു. ഓക്കെ, കുറെ സെല്ലുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു. പെട്ടെന്ന് ഈ സെല്ല് ക്യാൻസറസ് ആയിട്ട് മാറി. പെട്ടെന്ന് ഈ സെൽ എന്ത് ചെയ്തു? ക്യാൻസറസ് ആയിട്ട് മാറി. അപ്പൊ ഈ സെല്ലിനെ അറിയാം ഇത് ക്യാൻസറസ് ആയിട്ട് മാറി. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിനകത്തുള്ള ഈ ലൈസോസോംസ് പൊട്ടിത്തെറിച്ചിട്ട് ഈ സെല്ലിനെ അങ്ങ് ഇല്ലാതാക്കും. ഓക്കെ, ലൈസോസോംസ് പൊട്ടിത്തെറിച്ച് ഈ സെല്ലിനെ അങ്ങ് ഇല്ലാതാക്കും, ഒരു ചാവേറിനെ പോലെ. അത് സ്വയം അങ്ങ് പൊട്ടിത്തെറിച്ച് മൊത്തം സെല്ലിനെ നശിപ്പിക്കും. സോ ദാറ്റ് ആ ഒരു ഇൻഫെക്ഷൻ ബാക്കിയുള്ള സെല്ലുകളിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സൂയിസൈഡൽ ബാഗ്സ് ഓഫ് സെൽ എന്ന് പറയുന്നത്. ലൈസോസോമിനെ എന്ത് വിളിക്കും? സൂയിസൈഡൽ ബാഗ്സ് ഓഫ് സെൽ എന്ന് വിളിക്കും. അടുത്തത് റൈബോസോം ആണ്. റൈബോസോമിനെ നമ്മൾ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കും. പ്രോട്ടീൻ ഫാക്ടറി. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് റൈബോസോംസ്. പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് റൈബോസോമുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കും. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലവുമായിട്ട് ഈ റൈബോസോംസ് ചിലപ്പോൾ ചേർന്ന് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, നോർമൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. അപ്പൊ റൈബോസോംസ് കുഞ്ഞു കുഞ്ഞു ആൾക്കാരാണ്. ഇവർ വന്നിട്ട് ഇതിന്റെ പുറത്ത് ഇങ്ങനെ കുത്തൂത്ത് പോലെ പതിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താവും? ഒരു റഫ് അപ്പിയറൻസ് കിട്ടും. ഇതിനെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് വിളിക്കും. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ല, നമ്മുടെ റൈബോസോംസിനെ പറ്റി പഠിക്കുമ്പോൾ പറയേണ്ട കാര്യം, യൂകാരിയോട്ടിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഉള്ള സെൽ അല്ലെ? ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒക്കെ ഉള്ള അഡ്വാൻസ്ഡ് സെല്ലിനാണ് നമ്മൾ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും, ട്രൂ സെല്ല്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതാണ് പ്രോകാരിയോട്ടിക് സെല്ല്. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ എക്സാമ്പിൾ എന്താണ് അറിയാമോ? പ്രോകാരിയോട്ടിക് സെല്ലിന്റെ എക്സാമ്പിൾ ബാക്ടീരിയ ഒക്കെ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ? അല്ല, യൂകാരിയോട്ടിക് സെല്ലോ? ഫംഗസ്, എല്ലാ പ്ലാന്റ്സും യൂകാരിയോട്ടിക് സെല്ലാണ്. എല്ലാ അനിമൽസും യൂകാരിയോട്ടിക് സെല്ലാണ്. പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം മൊത്തം യൂകാരിയോട്ടിക് സെല്ലാണ്. അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് ബാക്ടീരിയ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മൊണേറ എന്ന് പറയുന്ന കിങ്ഡത്തിൽ മാത്രമാണ് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? പ്രോകാരിയോട്ടിക് സെല്ല് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ യൂകാരിയോട്ടിക് സെല്ലിലും പ്രോകാരിയോട്ടിക് സെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന സെൽ ഓർഗനൽ, യൂകാരിയോട്ടിക് സെല്ലിലും പ്രോകാരിയോട്ടിക് സെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും റൈബോസോംസ് ആണ്, മറന്നു പോകരുത്. യൂകാരിയോട്ടിക് സെല്ലിലും പ്രോകാരിയോട്ടിക് സെല്ലിലും കോമൺ ആയിട്ട് കാണുന്ന സെൽ ഓർഗനൽ റൈബോസോംസ്. അടുത്ത ന്യൂക്ലിയസ്, ബ്രെയിൻ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നു. സെല്ലിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ പറ്റി ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാർജസ്റ്റ് സെൽ ഓർഗനൽ എന്നറിയപ്പെടുന്നതും ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഹോർമോൺ ഇസ് റിലീസ്ഡ് ബൈ ദ പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? നമ്മുടെ ഓപ്ഷൻസ് അഡ്രിനാലിൻ, തൈറോക്സിൻ, ഇനുസിലിൻ, ഈസ്ട്രജൻ. അഡ്രിനാലിൻ, തൈറോക്സിൻ, ഇനുസിലിൻ, ഈസ്ട്രജൻ. ഈ 4 ഹോർമോണുകളിൽ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ് അല്ലെ? ഇൻസുലിൻ ആണ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഈ ഹോർമോണുകളുടെ ലിസ്റ്റ് തീരില്ല, പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഹോർമോണിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് ഇൻസുലിൻ ആണ്.
ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസിൽ നിന്നുമാണ്. അപ്പൊ പാൻക്രിയാസിലെ ഒന്നുകിൽ ബീറ്റാ സെൽസ് അല്ലെ, ബീറ്റാ സെൽസ് എവിടത്തെ ഐലറ്റ്സ് ഓഫ് ലോങ്ഹാൻസ് എന്ന് പറയുന്ന റീജിയനിലെ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. മറ്റൊരു ഹോർമോൺ ഉണ്ട് നമുക്കറിയാം അല്ലെ, ഗ്ലൂക്കോഗോൺ. ഈ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ എഗെയിൻ പാൻക്രിയാസിൽ തന്നെയുള്ള ആൽഫ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പാൻക്രിയാസിൽ തന്നെയുള്ള ആൽഫ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത്. ഇതിന് ഇൻസുലിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണുള്ളത്. ഓക്കെ, ഇൻസുലിന്റെ നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണുള്ളത്. അപ്പൊ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ കൂട്ടുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനാലിൻ ആണ്. അപ്പൊ ഈ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡിലെ മെഡുലയിൽ നിന്ന്, അതായത് ഇന്നർ ഭാഗത്ത് നിന്നും അകത്ത ഭാഗത്ത് നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ആണ്. അപ്പം അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ എന്നറിയപ്പെടുന്നു അല്ലെ. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ, അതായത് ഒരു പ്രത്യേക, നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു, ആ പാമ്പിനെ കാണുന്ന സമയത്ത് നമ്മളൊന്ന് പേടിക്കും അല്ലെ, നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അടുത്ത തൈറോക്സിൻ. T4 എന്നാണ് അറിയപ്പെടുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. നമ്മുടെ മെറ്റാബോളിസമായിട്ട് അല്ലെ, നമ്മുടെ ഡെയിലി നടക്കുന്ന പ്രവർത്തനം, നമ്മുടെ ബോഡിയിലെ ഡെയിലി നടക്കുന്ന മെറ്റാബോളിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഹോർമോൺ ആണ്. അപ്പൊ മാത്രമല്ല ഗ്രോത്ത്, എനർജി ബാലൻസ് ഇതൊക്കെ ആയിട്ടും തൈറോക്സിൻ അല്ലെങ്കിൽ T4 റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്തത് ഗ്രോത്ത് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഹോർമോണുകൾ GH എന്ന് പറയും. ഗ്രോത്ത് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ നിന്നുമാണ് ഗ്രോത്ത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എഗെയിൻ നമ്മുടെ ബോൺസിന്റെയും മസിൽസിന്റെയും ഒക്കെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണുകളാണ് ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്നത്. അടുത്തത് ഈസ്ട്രോജൻ ആണ്. ഫീമെയിൽസിലാണ് കാണപ്പെടുന്നത്. ഓവറികളാണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഹോർമോണുകളാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ, ക്ലോട്ട് ബ്ലഡ്, കിൽ ബാക്ടീരിയ. ഈ തന്നിട്ടുള്ളതിൽ ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻ എന്താണ്? നമുക്കറിയാലേ ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻ എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്ത് എന്താണ് ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻ? ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹീമോഗ്ലോബിന്റെ ഫങ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഹീമോഗ്ലോബിൻ മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ബ്ലഡിനകത്തുള്ള റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCക്ക് അകത്താണ് കാണപ്പെടുന്നത്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഹീമോഗ്ലോബിനകത്ത് ഏത് മെറ്റലിന്റെ പ്രസൻസ് ആണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ കണ്ടന്റ് ആണുള്ളത്. ഓക്കെ, അടുത്ത് നമ്മുടെ ബ്ലഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലഡിന്റെ 55% എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ബാക്കി 45% ഫോംഡ് എലമെന്റ്സ് ആണ് ഈ WBC, RBC ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ പ്ലേറ്റ്ലെറ്റുകൾ ഇതെല്ലാം ഫോംഡ് എലമെന്റ്സിന്റെ ഭാഗമായിട്ട് വരും. പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സ്ട്രോ കളർ, ഒരു ഇളം മഞ്ഞ കളർ ഉള്ള ഒരു ലിക്വിഡ് ആണ്. അപ്പൊ ഈ ലിക്വിഡ് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രിയൻസിനെ മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ബ്ലഡിന്റെ 55% ഒരു ലിക്വിഡ് ആണ്. ആ ലിക്വിഡിനെ നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കും. പ്ലാസ്മയാണ് ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് RBC ആണ്. RBCയിലുള്ള ഹീമോഗ്ലോബിൻ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്നത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകളാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ അല്ലെങ്കിൽ WBC ആണ് നമുക്കൊരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതൊക്കെ ആരാണ്? WBC ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ടർ ബോൺ ഡിസീസ്? ഈ തന്നിട്ടുള്ളതിൽ വെള്ളത്തിലൂടെ പകരുന്ന അസുഖം ഏതാണ്? ട്യൂബർകുലോസിസ് ആണോ, കോളറ ആണോ, ഇൻഫ്ലുവൻസ ആണോ, മീസിൽസ് ആണോ? ഈ തന്നിട്ടുള്ളതിൽ വാട്ടർ ബോൺ ഡിസീസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ പറഞ്ഞ്. തന്നിട്ടുള്ളതിൽ വാട്ടർ ബോൺ ഡിസീസ് ഏതാണ്? പറഞ്ഞ വാട്ടർ ബോൺ ഡിസീസ് അല്ലെങ്കിൽ
വെള്ളത്തിലൂടെ പകരുന്ന രോഗം തന്നിട്ടുള്ളതിൽ വാട്ടർ ബോൺ ഡിസീസ് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓക്കെ, അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് കോളറയാണ്. കോളറ മെയിൻ ആയിട്ട് വിബ്രിയോ കോളറ എന്ന് പറയുന്ന വൈറസ് പരത്തുന്ന ഒരു രോഗമാണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന വൈറസ് പരത്തുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? കോളറ എന്ന് പറയുന്നത്. ഇത് കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടറിൽ കൂടെയൊക്കെയാണ് പകരുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ അറിയേണ്ട കുറച്ച് രോഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിസ് ഉണ്ടാവാൻ കാരണം ഏത് ജീവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ഇതൊരു എയർ ബോൺ ഡിസീസ് ആണ്. ഓക്കെ, കഫ് ചെയ്യുമ്പോൾ സ്നീസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് പകരുന്നത്. അടുത്തത് മലേറിയ ആണ്. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ്. പ്ലാസ്മീഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് മലേറിയ പകരാൻ കാരണമാകുന്നത്. അപ്പൊ ഇത് അനോഫിലസ് കൊതുക്, ഫീമെയിൽ അനോഫിലസ് കൊതുകിന്റെ ബൈറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്പ്രെഡ് ആവുന്നത്. അടുത്തത് ഡെങ്കു വൈറസ് ആണ് പരത്തുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാവി വൈറസ്, ഡെങ്കു വൈറസ് അല്ലെങ്കിൽ ഫ്ലാവി വൈറസിന്റെ വിഭാഗത്തിൽ പെടുന്ന വൈറസുകളാണ് ഡെങ്കു പരത്തുന്നത്. അപ്പൊ ഇത് ഏഡിസ് എന്ന് പറയുന്ന മോസ്കിറ്റോയുടെ ബൈറ്റിൽ നിന്നുമാണ് എന്ത് വരുന്നത്? ഡെങ്കു സ്പ്രെഡ് ആവുന്നത്. മാറിപ്പോവരുത്. അനോഫിലസ് പരത്തുന്നത് മലേറിയയാണ്. AM എന്ന് ഓർത്താൽ മതി. അനോഫിലസ് മലേറിയ പരത്തും. അങ്ങനെയാണെങ്കിൽ ഡെങ്കു പരത്തുന്നത് ആരാണ്? ഏഡിസ് ആണ് ഡെങ്കു പരത്തുന്നത്. രണ്ടും A ആണ് അല്ലേ? ശരി. അപ്പൊ അടുത്തത് ടൈഫോയിഡ്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ടൈഫോയിഡും കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടെയും വാട്ടറിൽ കൂടെയും സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസ് ആണ്. അടുത്തത് HIV ആണ്. HIV അല്ലെങ്കിൽ എയ്ഡ്സ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV വൈറസ് ആണ് പരത്തുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അസുഖമാണ്, ഒരു സിൻഡ്രോം ആണ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബേസിക്കലി കുറയുന്ന അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഇത് പകരാൻ വേണ്ടി കാരണമാവുന്നത്. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഉണ്ടാവാം, അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൂടെ ഉണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ അമ്മയിൽ നിന്നും, അമ്മ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അമ്മയിൽ നിന്ന് മക്കളിലേക്ക് ഉണ്ടാവാം. അമ്മ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജുകളിൽ ഹോസ്പിറ്റലിൽ നമ്മൾ അത് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻജെക്ഷൻസ് ഉണ്ട് ഈ കുട്ടിക്ക് അസുഖം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, വേൾഡ് എയ്ഡ്സ് ഡേ എന്നാണ് നിങ്ങളൊന്ന് പറയണേ. എയ്ഡ്സ് ഡേ എന്നാണെന്ന് കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീങ്സ്? മനുഷ്യന്മാരുടെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ആസ്ട്രോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്. ഈ തന്നിട്ടുള്ളതിൽ മനുഷ്യന്മാരുടെ ഇപ്പൊ നമ്മുടെ മോഡേൺ ഹ്യൂമൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് മോഡേൺ ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പറഞ്ഞ എന്താണ്? ഹോമോ സാപ്പിയൻസ് അല്ലേ? അതെ, ഓപ്ഷൻ ബി ആയിട്ടുള്ള ഹോമോ സാപ്പിയൻസ് ആണ് മോഡേൺ ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അപ്പൊ എഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് സയന്റിഫിക് നെയിമുകൾ നമുക്ക് നോക്കാം. ഒന്ന് ഹ്യൂമൻസ്, ഹോമോ സാപ്പിയൻസ്. രണ്ട് മാംഗോ, മാഞ്ചിഫെറ ഇൻഡിക്ക. മാവിന് പറയുന്ന പേരാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. അടുത്തത് ഹൗസ് ഫ്ലൈ, മസ്ക ഡൊമസ്റ്റിക്ക, ഹൗസ് ഫ്ലൈ. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം: ഹ്യൂമൻസ്, ഹോമോ സാപ്പിയൻസ്, മാംഗോ, മാഞ്ചിഫെറ ഇൻഡിക്ക, ഹൗസ് ഫ്ലൈ, മസ്ക ഡൊമസ്റ്റിക്ക. അടുത്തത് വീറ്റ് ആണ്. വീറ്റ് ട്രിറ്റിക്കം എസ്റ്റിവം, വീറ്റ്. അങ്ങനെയാണെങ്കിൽ റൈസ് എന്താണ്? ഒറൈസ സറ്റേവ. അങ്ങനെയാണെങ്കിൽ ലയൺ എന്ന് പറയുന്ന പേര്, ലയണിന്റെ സയന്റിഫിക് നെയിമാണ് എന്തെന്ന് പറയുന്നത്? പാന്തര ലിയോ എന്ന് പറയുന്നത് ലയണിന്റെ സയന്റിഫിക് നെയിം ആണ്. നിങ്ങൾക്ക് ടൈഗറിന്റെ സയന്റിഫിക് നെയിം അറിയാമെങ്കിൽ പറയണം കേട്ടോ. ടൈഗർ, പീകോക്ക്, ഇതിന്റെയൊക്കെ സയന്റിഫിക് നെയിം അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇത്രയും സയന്റിഫിക് നെയിംസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? ന്യൂറോൺ,
ആക്സോൺ, നെഫ്രോൺ, ന്യൂറോൺ ഷീറ്റ്. ന്യൂറോൺ, ആക്സോൺ, നെഫ്രോൺ, ന്യൂറോൺ ഷീറ്റ്. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ നെഫ്രോൺ അല്ലേ. കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെഫ്രോൺ ആണ്. ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്താണ്? നെഫ്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഓർഗൻസും അതിന്റെയൊക്കെ ഫങ്ഷണൽ യൂണിറ്റ്സും എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കിഡ്നി നെഫ്രോൺ ആണ്. എന്താണ് ഫങ്ഷൻ? ബ്ലഡ് ഫിൽട്ടർ ചെയ്യുക, യൂറിൻ ഫോർമേഷൻ. ഓക്കെ, കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്? ബ്ലഡ് ഫിൽട്രേഷനും അതുപോലെ തന്നെ യൂറിൻ ഫോർമേഷനും കിഡ്നിയുടെ ഫങ്ഷൻ ആയിട്ട് വരും. രണ്ടാമത്തേത് ലങ്സ് ആണ്. ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആൽവിയോള എന്ന് പറയുന്ന വളരെ കുഞ്ഞു കുഞ്ഞു എയർ സാക്കുകളാണ്. ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആൽവിയോള എന്ന് പറയുന്ന എയർ സാക്കുകളാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുക. ഈ ഫങ്ഷൻ ആണ് ആർക്കുള്ളത്? ലങ്സിലുള്ള ആൽവിയോളയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് ബ്രെയിൻ ആണ്. ബ്രെയിനിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ന്യൂറോൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്ട്രക്ചർ ഉള്ള സെല്ലുകളാണ്. ഇപ്പൊ ലോങ്സ്റ്റ് സെല്ലുകൾ എന്ന് പറയുന്നത് അഗൈൻ ന്യൂറോൺ ആണ്. ന്യൂറോൺ ആണ്. ഇതിന്റെ ഈ മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. ഡെൻഡ്രൈറ്റ്. നടുക്കത്തെ ഭാഗം സെൽ ബോഡി. ഈ നീളമുള്ള ഭാഗം ആക്സൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ന്യൂറോൺ വരുന്നത്. ബ്രെയിനിന്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ലോങ്സ്റ്റ് സെല്ലും എന്ത് തന്നെയാണ്? ന്യൂറോൺ ആണ്. ഓക്കെ, അപ്പം നെർവ് ഇമ്പൾസുകളുടെ ട്രാൻസ്മിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോൺസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലിവർ. ലിവറിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഹെപ്പാറ്റോസൈറ്റുകളാണ്. ഓക്കെ, ലിവറിന്റെ സെല്ലുകൾ, ലിവർ സെല്ലുകൾ അല്ലെങ്കിൽ ഹെപ്പാറ്റോസൈറ്റുകളാണ് ലിവറിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ, മെറ്റബോളിസം, ബൈൽ സെക്രീഷൻ. ഡീടോക്സിഫിക്കേഷൻ, മെറ്റബോളിസം, ബൈൽ സെക്രീഷൻ. ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലിവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ബയല് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? പറഞ്ഞ ബൈല് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണെന്നുള്ളത് അറിയുന്ന ആൾക്കാർ പറയണമെങ്കിൽ കേട്ടോ കമന്റ് ചെയ്യണം. ബൈല് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഓക്കെ, അടുത്ത് ഹാർട്ട്. ഹാർട്ട് കാർഡിയാക് മസിൽ ആണ്. ബേസിക് സെൽ എന്ന് പറയുന്നത്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഹാർട്ട് മിടിക്കാൻ വേണ്ടി സഹായിക്കുക അല്ലെ, ഹാർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കാർഡിയാക് മസിലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. കാർഡിയാക് മസിലിന് ഒരു പ്രത്യേകതയുണ്ട്. ഫറ്റീഗ് ആകാത്ത മസിലുകളാണ് കാർഡിയാക് മസിൽ. അതായത് നമ്മളിപ്പം വെയിറ്റ് എടുത്തുകൊണ്ടിരുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ എന്ത് ചെയ്യും? ക്ഷീണിക്കും അല്ലേ. അപ്പം നമ്മൾ ജനിക്കുമ്പോഴല്ല, നമ്മുടെ അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ മരിക്കുന്നത് വരെയും നിർത്താതെ വർക്ക് ചെയ്യുന്ന, ഒരിക്കലും ക്ഷീണം പിടിക്കാത്ത മസിലുകളാണ് എന്ത്? ഫറ്റീഗ് ആവാത്ത മസിലുകളാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. അടുത്ത ബോൺ. ബോണിന്റെ ബേസിക് യൂണിറ്റ് ഒസ്റ്റിയോസൈറ്റ് ആണ്. ഒസ്റ്റിയോസൈറ്റ് ബോണിന്റെ ബേസിക് യൂണിറ്റ് ഒസ്റ്റിയോസൈറ്റ്. നമ്മൾ പറഞ്ഞു സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെല്ല്, ഇതെല്ലാം തന്നെ എന്തിന്റെ ഫങ്ഷൻ ആണ്? ബോണിന്റെ ഫങ്ഷൻ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെല്ല് നമ്മൾ പറയണേ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയപ്പെടുന്ന ഭാഗം ഏത്? എല്ലാ ആൻസറും ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക. അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് പറയാം. എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയുന്നത്. അറിയുന്ന ആൾക്കാർ അത് കമന്റ് സെക്ഷനിൽ പറയുക. അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. അത് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചിലപ്പോൾ 3-4 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടെ കണ്ടെന്ന് പറയും. ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, അടുത്ത് മസിലുകൾ ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നത് മസിൽ ഫൈബറുകൾ കൊണ്ടാണ്. മസിൽ ഫൈബറുകൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ വോളണ്ടറി മസിൽ എന്ന് വിളിക്കും. വോളണ്ടറി മസിൽ എന്ന് വിളിക്കും. വോളണ്ടറി മസിൽ എന്ന് വിളിക്കും. ഏത്? നമ്മുടെ കൈകളിലൊക്കെയുള്ള സ്കെലിറ്റണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മസിൽ. സ്കെലിറ്റണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മസിലുകളെ നമ്മൾ വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കും. ഇനി ഇന്റേണൽ ഓർഗൻസിലൊക്കെ വരുന്ന മസിലുകളെ നമ്മൾ സ്മൂത്ത് മസിൽ എന്ന് വിളിക്കും. സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു മസിൽ ഉണ്ട്. ഈ മസിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ കുടലുകൾ, ഇവിടെയൊക്കെ വരുന്നത് സ്മൂത്ത് മസിൽസ് ആണ് കേട്ടോ.
നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് വോളണ്ടറി മസിൽസ് ആണ്. അതല്ലാതെ വരുന്ന മസിലുകൾ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ വരുന്ന മസിലിനെ നമ്മൾ സ്മൂത്ത് മസിൽ എന്ന് വിളിക്കും. മൂന്നാമത്തെ ഒരു ടൈപ്പ് മസിലാണ് കാർഡിയാക് മസിൽ, ഹാർട്ടിൽ കാണുന്ന മസിൽ. ഓക്കെ, അപ്പം എഗെയിൻ മസിൽ ഫൈബേഴ്സ് കോൺട്രാക്ഷന് വേണ്ടിയിട്ടും മൂവ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. ഇനി സ്കിന്നിന്റെ ബേസിക് യൂണിറ്റ് എപ്പിഡെർമൽ സെല്ലാണ്, നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം പ്രൊട്ടക്ഷൻ, സെൻസേഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇതൊക്കെ എന്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരും? നമ്മുടെ സ്കിന്നിന്റെ ഫംഗ്ഷൻ, എപ്പിഡെർമൽ സെൽസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് പ്ലാന്റ് ഹോർമോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ സെൽ ഇലോങ്ങേഷൻ? സെല്ലിൻ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ സെല്ലിന്റെ നീളം കൂടാൻ വേണ്ടി സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: സൈറ്റോകൈനിൻ, ഗിബെറലിൻ, ഓക്സിൻ, അബ്സിസിക് ആസിഡ്. ഈ തന്നിട്ടുള്ളതില് സൈറ്റോകൈനിൻ ആണോ, ഗിബെറലിൻ ആണോ, ഓക്സിൻ ആണോ, അതുപോലെ തന്നെ അബ്സിസിക് ആസിഡ് ആണോ? ഏതാണ് സെല്ല് ഇലോങ്ങേഷന് കാരണമായിട്ടുള്ളത്? ഈ തന്നിട്ടുള്ളതിൽ ആരാണ് സെൽ ഇലോങ്ങേഷന് കാരണമായിട്ടുള്ള, സെൽ ഇലോങ്ങേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നമ്മുടെ ഹോർമോൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് പ്ലാന്റ് ഹോർമോണിന്റെ ഭാഗമായിട്ട് വരും കേട്ടോ. എന്തിന്റെ ഭാഗമായിട്ട് വരും? പ്ലാന്റ് ഹോർമോണിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? സെൽ ഇലോങ്ങേഷന് സഹായിക്കുന്നത് ആരാണ്? ഓക്സിൻ അല്ലേ? അതെ, ഓക്സിൻ ആണ് നമ്മളെ സെൽ ഇലോങ്ങേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസും അവരുടെ കീ ഫങ്ഷൻസും ഒന്ന് നോക്കി പോവാം. അപ്പൊ ആദ്യം ഓക്സിൻ എന്തൊക്കെ സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ല് നീളം വയ്ക്കാൻ, സെൽ ഇലോങ്ങേഷനും അതുപോലെ തന്നെ അപ്പിക്കൽ ഡൊമിനൻസ്, അതായത് ഒരു ചെടിയാണെങ്കിൽ അതിന് ഈ ഭാഗം ഇങ്ങനെ കൂടുതൽ സ്പീഡിൽ വളർന്നു പോകില്ല, അത് അപ്പിക്കൽ ഡൊമിനൻസ് എന്ന് പറയും. അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഓക്സിൻ ആണ്. രണ്ടാമത്തേത് ഗിബെറലിൻ ആണ്. ഗിബെറലിൻ എന്ന് പറയുന്നത് സ്റ്റെം ഇലോങ്ങേഷന് വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ആദ്യത്തേത് സെൽ ഇലോങ്ങേഷൻ, ഗിബെറലിൻ സഹായിക്കുന്നത് സ്റ്റെം ഇലോങ്ങേഷൻ, ഇന്റർനോഡുകൾക്കൊക്കെ നീളം വെക്കാൻ വേണ്ടി. രണ്ട് നോഡുകളുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, മുളയൊക്കെ ആണെങ്കിൽ. അപ്പൊ ഈ ഭാഗത്തിന്റെ മൊത്തത്തിൽ നീളം വെക്കാൻ വേണ്ടി സ്റ്റെം ഇലോങ്ങേഷന് വേണ്ടി സഹായിക്കുന്നത് ഗിബെറലിൻ ആണ്. അതുപോലെ തന്നെ സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് നമ്മൾ വിത്തുകൾ ഉണ്ടല്ലോ, വിത്തുകളൊക്കെ കുറെ കാലം നമ്മൾ മുളയ്ക്കാതെയൊക്കെ വെച്ചിരുന്നാലും രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് മണ്ണിൽ വെക്കുമ്പോൾ അത് മുളയ്ക്കില്ലേ, അങ്ങനെ സീഡിന്റെ ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, മുളയ്ക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന വിത്ത് വീണ്ടും വിതയ്ക്കുമ്പോൾ അത് മുളച്ച് വരാൻ വേണ്ടി സഹായിക്കുന്നതും ആരാണ്? ഗിബെറലിൻ ആണ്. അടുത്ത സൈറ്റോകൈനിൻ, പേര് പോലെ തന്നെയാണ്, സെൽ ഡിവിഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലീഫ് സെൻസൻസ് ഡിലേ ചെയ്യുന്ന, ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നൊക്കെ ഡിലേ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സൈറ്റോകൈനിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്സിൻ സെൽ ഇലോങ്ങേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, അപ്പിക്കൽ ഡൊമിനൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഗിബെറലിൻ സ്റ്റെം ഇലോങ്ങേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നു. മൂന്നാമത്തേത് സൈറ്റോകൈനിൻ ആണ്, സെൽ ഡിവിഷൻ അതുപോലെ തന്നെ ലീഫ് സെൻസൻസ് ഡിലേ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ്. സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ വേനലൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ലീഫുകളില് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന പയർ പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ഒക്കെ പ്ലാന്റ് പുറത്തേക്ക് വിടുന്നതും അകത്തേക്ക് എടുക്കുന്നതും എല്ലാം, ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഇതിന്റെ ഒക്കെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നതും, അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ എന്ന് പറയും, ഒരുപാട് വെള്ളം അറ്റ്മോസ്ഫിയറിലേക്ക് പോകും ഇവിടെ കൂടെ, ഈ ഒരു സ്ട്രക്ചറിൽ കൂടെ, ലീഫിൽ ഇങ്ങനെ കാണുന്ന ഈ സ്ട്രക്ചറിൽ കൂടെ, സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ കൂടെ എന്ത് പറ്റും? ഒരുപാട് വെള്ളം തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയും. അപ്പൊ ട്രാൻസ്പിരേഷൻ വേനൽക്കാലത്ത് നടന്നു കഴിഞ്ഞാൽ ചെടിയുടെ വെള്ളം നഷ്ടപ്പെട്ട് ചെടി എന്ത് ചെയ്യും? ഉണങ്ങി പോകും അല്ലെ? അപ്പോ വേനൽക്കാലത്ത് അല്ലെങ്കിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. സീഡ് ഡോർമൻസി ഇൻഡ്യൂസ് ചെയ്യുന്നതും അബ്സിസിക് ആസിഡ് ആണ് കേട്ടോ. അടുത്തത് എഥിലീൻ. എഥിലീൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ഫോമിലുള്ള ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. അപ്പൊ ഫ്രൂട്ട്സ് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രൂട്ട്സ് പഴുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലീഫ് ഫ്രൂട്ട് ഒക്കെ പെട്ടെന്ന് പഴുത്തിട്ട് ആ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഈ എഥിലീൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോൺ ആണ്. മെയിൻ ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസ് നമ്മൾ നോക്കി. ഓക്സിൻ,
ഗിബറലിൻ, സൈറ്റോകൈലിൻ, അബ്സിസിക് ആസിഡ്, എഥിലിൻ. നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലാതെ തന്നെ ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് പറയാം. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സയൻസിൽ നിന്നുമുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. സയൻസിന്റെ മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും സീരീസ് നമ്മൾ ഗ്രാജുവലി ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിലൂടെ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിന്റെ സീരീസ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ എക്സാമിന് മുന്നേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ പറയാം. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.